ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ അഭിരാം. ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് അസുഖങ്ങളാണ് ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങൾ. ശരീരത്തിൻ്റെ ഒട്ടുമിക്ക ഭാഗങ്ങളെയും ഈ ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങൾ ബാധിക്കാറുണ്ട്. അതിൽ തന്നെ പ്രധാനമായും ചർമ്മരോഗങ്ങളായിട്ടും ജോയിൻ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളായിട്ടും ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളായിട്ടൊക്കെ തന്നെ ഈ ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങൾ വളരെ കൂടുതലാണ്. ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങളെ ചികിത്സിക്കുക എന്നുള്ളതും അതിനെ മാറ്റുക എന്നുള്ളതും കുറച്ച് വിഷമമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ സംയോജിപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഈ ഒരു അസുഖത്തെ വേണ്ട രീതിയിൽ നേരിടാനും അതിനെ ശരിയായ രീതിയിൽ മാറ്റിയെടുക്കാനും സാധിക്കുകയുള്ളൂ. പല ഘട്ടങ്ങളിലും പറയുന്നത് ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങൾ മാറുകയില്ല എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് നല്ല രീതിയിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2-3 കാര്യങ്ങൾ ഈ ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങളുമായി ചെയ്യാൻ പറ്റും. ഒന്ന്, അക്യൂട്ടായിട്ടുള്ള പെട്ടെന്നുള്ള സിവിയറായിട്ടുള്ള പ്രശ്നങ്ങളെ കുറയ്ക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കഴിയും. നിങ്ങൾക്കൊരു ജെനറ്റിക് പ്രിഡിസ്പോസിഷൻ, പാരമ്പര്യപരമായി ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങൾക്ക് സാധ്യതയുള്ളൊരു വ്യക്തിയാണെങ്കിൽ ആദ്യമേ നല്ല രീതിയിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിനെ ഒരുപക്ഷെ തടയാൻ കഴിയും. ഒരു നല്ല രീതിയിൽ നല്ലതുപോലെ ശ്രദ്ധിച്ച് ഒരു ഇമ്മ്യൂണിറ്റിയൊക്കെ നല്ലതുപോലെ ബൂസ്റ്റ് ചെയ്യാവുന്ന ഭക്ഷണവും മെഡിസിനൊക്കെ കഴിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിനെ മാറ്റാനും കഴിയും. ഇതാണ് ഇപ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ അസുഖമുള്ളൊരു വ്യക്തിക്ക് പറ്റാവുന്ന ഒരു ഡയറ്റ് പാറ്റേണും ആ ഒരു ഡയറ്റ് നിങ്ങൾക്ക് എങ്ങനെ ട്രൈ ചെയ്ത് നോക്കാമെന്നുമാണ് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഈ ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങളുമായി ചിന്തിക്കുമ്പോൾ പ്രധാനമായും അതിന് കാരണമായേക്കാവുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് ജെനറ്റിക് പ്രിഡിസ്പോസിഷൻ ഒരു പ്രധാന ഫാക്ടറാണ്. സ്ട്രെസ്സ് കൂടുതലായിട്ടുള്ള വ്യക്തിയാണെങ്കിൽ അതൊരു കാരണമാകാം. ചില ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻസിന് ശേഷം ചിലപ്പോൾ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ടെൻഡൻസി ഡെവലപ്പ് ചെയ്യാം. അതുപോലെ ഇതിനെല്ലാം ഉപരി നിങ്ങളുടെ ഭക്ഷണശീലവും നിങ്ങളുടെ ഡെയിലി റുട്ടീനും ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങൾക്ക് ഒരു പ്രധാനമായ കാരണമായേക്കാം. അപ്പോൾ നമുക്ക് സ്ട്രെസ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങൾ നോക്കുക. ജെനറ്റിക് പ്രിഡിസ്പോസിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അത് വരാതിരിക്കാൻ നമുക്ക് എങ്ങനെ നോക്കാമെന്നുള്ളതാണ്. എന്നാൽ ഈ ഭക്ഷണ കാര്യത്തിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു നല്ല രീതിയിലുള്ള വ്യതിയാനങ്ങൾ വരുത്തുകയും ചില കാര്യങ്ങളെ ഒഴിവാക്കി ഇൻട്രൊഡ്യൂസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കത് പ്രശ്നമുണ്ടോ എന്ന് മനസ്സിലാകുകയും ചെയ്യും. അത്തരത്തിലുള്ള ഒരു മെത്തേഡാണ് പറയുന്നത്. അതിന് നിങ്ങൾ അതായത് ഓട്ടോ ഇമ്മ്യൂൺ അസുഖമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് അക്യൂട്ടായിട്ടുള്ള സിവിയർ ആയിട്ടുള്ള, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ജോയിൻറ്റ് പെയിൻ ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ, വളരെ കഠിനമായ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പോലെയുള്ള ഒരു അസുഖമുള്ളൊരു വ്യക്തിയാണെങ്കിലോ, അല്ലെങ്കിൽ ഉദര സംബന്ധമായ ക്രോൺസ് ഡിസീസ് അല്ലെങ്കിൽ അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്നീ ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തിയാണെങ്കിലോ, നിങ്ങൾക്ക് നിങ്ങളുടെ ഡെയിലി റുട്ടീൻ ഭക്ഷണങ്ങളിൽ ചില വ്യതിയാനങ്ങൾ ആദ്യം വരുത്തുക. അതിന് നമുക്ക് പറയാവുന്ന ഒരു കാര്യം എലിമിനേഷൻ എന്നുള്ളതാണ്. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഭക്ഷണങ്ങളെ നിങ്ങൾ ഒഴിവാക്കി നോക്കുക ഫോർ എ പീരീഡ് ഓഫ് ടൈം, കുറച്ച് കാലത്തേക്ക്. ഈ ഒരു എലിമിനേഷൻ പ്രോസസ്സിൽ നിങ്ങൾ ഒഴിവാക്കേണ്ടത് ധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ, എഗ് ആൻഡ് ഡയറി പ്രൊഡക്ട്സ്, നൈറ്റ് ഷെയ്ഡ് വെജിറ്റബിൾസ്. നൈറ്റ് ഷെയ്ഡ് വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ ഉരുളക്കിഴങ്ങ്, തക്കാളി, വഴുതനങ്ങ, ഇത് 3 നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന നൈറ്റ് ഷെയ്ഡ് വെജിറ്റബിൾസ്. അതുപോലെ നട്ട്സും. ഇത്രയും സാധനങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ നിന്നും കുറച്ച് കാലത്തേക്ക് പൂർണ്ണമായി ഒഴിവാക്കുക. ഇതിൻ്റെ കൂടെ ഈ ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങളുമായി ഒരിക്കലും ചേർന്ന് പോകാത്ത ഭക്ഷണങ്ങളായ ഹൈലി പ്രോസസ്ഡ് ഫുഡ്, പഞ്ചസാര ഉൾപ്പെട്ട സാധനങ്ങൾ, ബേക്കറി ഐറ്റംസ്, കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, മധുര പാനീയങ്ങൾ, മധുരം കലർന്ന ജ്യൂസ്, ഇതൊക്കെ ഓൾറെഡി ഈ ഒരു എലിമിനേഷൻ ഫേസിൽ അല്ലാതെയും നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. കാരണം ഇതൊന്നും ശരീരത്തിന് ഒരിക്കലും ഗുണം ചെയ്യുന്ന ഭക്ഷണങ്ങളല്ല. അത് പൂർണ്ണമാത്രം ഇത്രയും കാര്യങ്ങൾ ഈ എലിമിനേഷൻ ഫേസിൽ നിങ്ങൾ ഒഴിവാക്കുക. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കൃത്യമായ ഒരു ഉറക്കം കിട്ടുന്ന ഒരവസ്ഥ വേണം. നല്ലതുപോലെ വെള്ളം കുടിക്കണം. അധികം സ്ട്രെസ് ഇല്ലാത്ത ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് മാറണം. അതുപോലെ തന്നെ നിങ്ങൾ സ്ഥിരമായിട്ട് വേദന സംഹാരികളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മരുന്നുകളോ കഴിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതൊഴിവാക്കണം. ആൽക്കഹോൾ, സ്മോക്കിംഗ് എന്നീ ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ അതും ഒഴിവാക്കണം. എലിമിനേഷൻ ഫേസിൽ ഇത്രയും കാര്യങ്ങൾ ഒഴിവാക്കുക. അപ്പോൾ കഴിക്കാവുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് നല്ലതുപോലെ കഴിക്കാം.
പിന്നെ അധികം ഫാറ്റ് ഉൾപ്പെടാത്ത മീറ്റ്, അതുപോലെ ഫിഷസ്, ഇതൊക്കെ നിങ്ങൾക്ക് കഴിക്കാം. കാരണം ഒരുപാട് സ്ട്രിക്റ്റായിട്ടുള്ള ഈ ഫുഡ് റെസ്ട്രിക്ഷൻസ് വയ്ക്കുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾക്ക് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ ആനുപാതികമായി കഴിക്കുകയും വേണം. ഈ ഒരു ഡയറ്റ് പാറ്റേൺ നിങ്ങൾ ഏകദേശം ഒരു 30 മുതൽ 90 ദിവസം വരെ, അതായത് ഒരു മാസം മുതൽ 3 മാസം വരെ ഈ ഒരു ഡയറ്റ് പാറ്റേണിൽ കണ്ടിന്യൂ ചെയ്യുക. ഞാൻ 30 ദിവസം എന്ന് പറയാൻ കാരണം, ചില വ്യക്തികൾക്ക് ഈ ഭക്ഷണങ്ങളിൽ എന്തെങ്കിലും അവർക്ക് ഒരു സ്ട്രെസ് നൽകുന്ന ഘടകമുണ്ടെങ്കിൽ വിത്തിൻ ഒരു 15 to 20 ഡേയ്സ് തന്നെ അത് മനസ്സിലാക്കാൻ കഴിയും. അതായത് ഇത്രയും ഭക്ഷണങ്ങൾ ഒഴിവാക്കുമ്പോൾ നമ്മൾക്ക് ഏതാണെന്ന് പിടികിട്ടില്ലല്ലോ. പക്ഷേ അതിലേതെങ്കിലും ഒന്ന് നമ്മുടെ ഓട്ടോഇമ്യൂൺ അസുഖങ്ങളെ ബാധിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രെസ്സിനെ കൂട്ടുന്ന ഒരു ഭക്ഷണമായിരുന്നെങ്കിൽ സ്വാഭാവികമായും കുറച്ച് 10-15 ദിവസം കൊണ്ട് തന്നെ അതിൽ കുറവ് വരാൻ തുടങ്ങും. ഇനി നിങ്ങൾ അടുത്ത സ്റ്റേജിൽ ചെയ്യേണ്ടത് ഈ ഒഴിവാക്കിയ ഭക്ഷണങ്ങളിൽ ഓരോന്നായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതിപ്പോൾ നിങ്ങൾ എഗ്ഗ് ഒഴിവാക്കി, അപ്പോൾ ഈ ഒരു 30 ദിവസം അല്ലെങ്കിൽ ഒരു 40 ദിവസത്തിൽ നിങ്ങൾക്ക് പൊതുവേ നിങ്ങളുടെ ജോയിൻറ്റ് പെയിൻ ആണെങ്കിൽ അതിൽ പ്രകടമായ ഒരു വ്യത്യാസം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമായി എഗ്ഗ് വീണ്ടും കഴിച്ചു തുടങ്ങുക. 5-6 ദിവസം റെഗുലറായിട്ട് 1 അല്ലെങ്കിൽ 1-2 എഗ്ഗ് വരെയൊക്കെ ഒരു ഡേ കഴിക്കാം. അത് നിങ്ങൾക്ക് 1 കഴിക്കാം, കുഴപ്പം തോന്നിയില്ലെങ്കിൽ 2 ആക്കാം. അപ്പോൾ അതിൻ്റെ അളവ് കൂട്ടിയും കുറച്ചും ഒരു 5-6 ദിവസം പരീക്ഷിക്കുക. എഗ്ഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തതിലൂടെ നിങ്ങളുടെ അസുഖങ്ങൾ വർദ്ധിക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ആ എഗ്ഗിലുള്ള എന്തെങ്കിലും ഒരു പ്രോട്ടീൻ നിങ്ങളുടെ ഈ അസുഖത്തെ വർദ്ധിപ്പിക്കുന്ന ഓട്ടോഇമ്യൂൺ അസുഖത്തെ വർദ്ധിപ്പിക്കുന്നതായിരുന്നിരിക്കാം. അതല്ല, ആ എഗ്ഗ് ഒഴിവാക്കിയതുകൊണ്ട് നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ എഗ്ഗ് നിങ്ങൾക്ക് വീണ്ടും കഴിച്ചു തുടങ്ങാം. അടുത്തതായി നൈറ്റ് ഷെയ്ഡ് വെജിറ്റബിൾസ്, വഴുതനങ്ങ, തക്കാളി, ഉരുളക്കിഴങ്ങ്, ഈ ഭക്ഷണങ്ങൾ ഓരോന്നായിട്ട് ഒരു 4 to 5 ഡേയ്സ് വെച്ച് ഓരോന്നായിട്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി നോക്കുക. പ്രശ്നം എന്തെങ്കിലും കാര്യമായ സിംറ്റംസ് അഗ്രവേഷൻ വരുന്നുണ്ടെങ്കിൽ അത് 1-2 തവണ ഈ ഒരു സ്ട്രെസ് ടെസ്റ്റ് റീഇൻട്രൊഡക്ഷനിൽ ചെയ്തിട്ട് വീണ്ടും നിങ്ങൾക്കത് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിവാക്കാവുന്നതാണ്. അതല്ല, പ്രത്യേകിച്ച് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ നിങ്ങൾക്കത് കഴിക്കാവുന്നതാണ്. ഇങ്ങനെ മെല്ലെ മെല്ലെ ഓരോ ഭക്ഷണങ്ങളായിട്ട് നിങ്ങൾ ഒഴിവാക്കിയ ഓരോരോ ഭക്ഷണങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് പ്രകടമായ വ്യത്യാസങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സിംറ്റംസ് വരുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. പ്രത്യേകിച്ച് കുഴപ്പമുണ്ടായിട്ടില്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക. ഇനി വേറെ ചിലർക്ക് ഇത്രയും ഭക്ഷണങ്ങൾ ഒഴിവാക്കിയിട്ട് എല്ലാത്തിലും പ്രത്യേകിച്ച് പ്രകടമായ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്കതെല്ലാം തിരിച്ച് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ഇതിനെല്ലാം നിങ്ങൾ മിനിമം ഓഫ് ഒരു 30 ഡേയ്സെങ്കിലും, ഒരു മാസമെങ്കിലും ഈ ഒരു സ്ട്രെസ് ടെസ്റ്റ് അല്ലെങ്കിൽ എലിമിനേഷൻ മെത്തേഡ് നിങ്ങളുടെ ശരീരത്തിന് നൽകിയാൽ മാത്രമേ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. ഇതിൽ എടുത്തു പറയാൻ കാരണം, ചില ടൈപ്പ് ഓഫ് ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ച് നൈറ്റ് ഷെയ്ഡ് വെജിറ്റബിൾസ് ഒക്കെ പലപ്പോഴും ചില ഓട്ടോഇമ്യൂൺ അസുഖങ്ങളുള്ള വ്യക്തികൾക്ക് അതിനെ വർദ്ധിപ്പിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് സ്വന്തമായി ടെസ്റ്റ് ചെയ്ത് നോക്കാനുള്ള ഒരു മെത്തേഡാണ് പറഞ്ഞത്. ഇനി ഇത് കൂടാതെ ഓട്ടോഇമ്യൂൺ അസുഖങ്ങൾ വന്ന ഒരു വ്യക്തി തീർച്ചയായും ഞാൻ ആദ്യമേ സൂചിപ്പിച്ച ശരീരത്തിന് ഒരിക്കലും ഒരു ഗുണവും ചെയ്യാത്ത തരത്തിലുള്ള ഭക്ഷണങ്ങൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക തന്നെ വേണം. കാരണം ഓട്ടോഇമ്യൂൺ അസുഖം എന്നുള്ളത് ഒരു ഡിസോർഡേർഡ് ഇമ്മ്യൂണിറ്റിയാണ്. ഇമ്മ്യൂണിറ്റി മോർ ഓഫ് ഒരു ഭ്രാന്തമായ രീതിയിൽ നമ്മുടെ ശരീരത്തിലെ തന്നെ നല്ല കോശങ്ങളെ നശിപ്പിച്ച് കളയുന്നതാണല്ലോ ഓട്ടോഇമ്യൂൺ അസുഖങ്ങൾ. അതുകൊണ്ട് തന്നെ ഫർദറായിട്ട് ശരീരത്തിന് വീണ്ടും സ്ട്രെസ്സ് വരാവുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ കഴിക്കരുത്. അതിൽ ബേക്കറി ഫുഡ്, റിഫൈൻഡ് പഞ്ചസാര, സ്മോക്കിംഗ് അഡിക്ഷൻസ്, ആൽക്കഹോൾ, സ്ട്രെസ്സ്, ഉറക്കക്കുറവ്, ഇതെല്ലാം അതിൽ ഉൾപ്പെടും. അതുകൊണ്ട് നിങ്ങൾ അതെല്ലാം പെർമനൻ്റായിട്ട് ഒഴിവാക്കുക തന്നെ വേണം. അതിൻ്റെ കൂടെ കൃത്യമായ ഉറക്കം കിട്ടുക എന്നുള്ളത് ഇതിനൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. പിന്നെ കൃത്യമായി വെള്ളം കുടിക്കുക, സ്ഥിരമായി റെഗുലറായിട്ട് നിങ്ങളുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾക്ക് അനുസൃതമായിട്ട് കുറച്ചെങ്കിലും എക്സസൈസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ കുറച്ച് കാലങ്ങൾ കൊണ്ട് തീർച്ചയായും നിങ്ങൾക്ക് ഓട്ടോഇമ്യൂൺ അസുഖങ്ങളിൽ വ്യത്യാസം വരും. കാരണം ഇതുപോലെ ചെയ്യുന്ന പല വ്യക്തികൾക്കും മെല്ലെ മെല്ലെ അത്തരത്തിലുള്ള അസുഖങ്ങൾ കുറഞ്ഞു വരുന്നതായിട്ടും നല്ലൊരു ശതമാനം ആൾക്കാർക്കും അത് പൂർണ്ണമായും മാറുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പരീക്ഷിച്ചു നോക്കാവുന്ന വേറെ ഒരു മെത്തേഡ് കൂടിയുണ്ട്. അത് ഫാസ്റ്റിംഗ് ആണ്.
വളരെയധികം ബെനിഫിഷ്യലായിട്ടുള്ള ഒരു മെത്തേഡാണ് ഫാസ്റ്റിംഗ് എന്നുള്ളത്. ഇത് നിങ്ങൾക്ക് ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് എന്നുള്ള രീതിയിലോ 24 അവേഴ്സ് കണ്ടിന്യൂസ് ഫാസ്റ്റിംഗ് എന്നുള്ള രീതിയിലോ ഒക്കെ എടുത്തു നോക്കാവുന്നതാണ്. കാരണം ഫാസ്റ്റിങ്ങിൽ ശരീരത്തിൽ നല്ല രീതിയിൽ സെല്ലുലാർ ആൻഡ് മോളിക്കുലാർ ലെവലിൽ റിപ്പയർ വർക്ക് നടക്കുന്നുണ്ട്. ടോക്സിൻസിനെ നല്ല രീതിയിൽ പുറന്തള്ളാൻ ശരീരത്തിന് സാധിക്കുന്നുണ്ട്. അപ്പോൾ നല്ലതുപോലെ വെള്ളം കുടിച്ച് നിങ്ങൾ ഫാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ടോക്സിൻസ് എല്ലാം മെല്ലെ മെല്ലെ ശരീരത്തിൽ നിന്ന് നിങ്ങളുടെ ശരീരത്തെ അത് ക്ലിയർ ചെയ്തെടുക്കും. അതും ഈ പറഞ്ഞ പോലെ ഒരു ദിവസം ഫാസ്റ്റിംഗ് എടുത്തുകൊണ്ട് മാത്രം അതിൻ്റെ ഫലം കിട്ടുകയില്ല. അത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സായിട്ട് ചെയ്യേണ്ടതാണ്. പക്ഷേ ഈ ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് മറ്റ് ഉദര സംബന്ധമായ പ്രശ്നങ്ങളോ തലവേദന പോലെയുള്ള പ്രശ്നങ്ങളോ മരുന്നുകൾ കഴിക്കുന്ന വ്യക്തിയൊക്കെ ആണെങ്കിൽ തന്നെ അത് നിങ്ങളൊരു നല്ല ഡോക്ടറുടെ നിർദ്ദേശത്തോടു കൂടി തന്നെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഈ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡയറ്റ് പാറ്റേൺ ഫോളോ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ ആരൊക്കെയായിരിക്കാം? ഈ അമിതമായ റെസ്ട്രിക്ഷൻസ് ചിലവർക്ക് ചിലപ്പോൾ അവരുടെ ശരീരം അതിന് സമ്മതിക്കുകയില്ല. അപ്പം അത്തരത്തിലുള്ള വ്യക്തികൾക്ക് അത് അത്ര പ്രായോഗികമായിക്കൊള്ളണമെന്നില്ല. അതുപോലെ തന്നെ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡയറ്റ് പാറ്റേണിലേക്ക് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഡെഫിഷ്യൻസി വരാതിരിക്കണം എന്നുള്ളതാണ്. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഒഴിവാക്കി ശീലിക്കുമ്പോൾ ചിലപ്പോൾ ഡെഫിഷ്യൻസി സിംറ്റംസ് ശരീരത്തിന് വരാം. അതുകൊണ്ട് തന്നെ അതിന് പകരമായിട്ടുള്ള മറ്റ് നല്ല ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് ആണെങ്കിലും മീറ്റ് ആണെങ്കിലും കുറച്ചെങ്കിലും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി ശീലിക്കണം. കാരണം അല്ലെങ്കിൽ ഡെഫിഷ്യൻസി അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മറ്റ് ക്രോണിക് ആയിട്ടുള്ള ഡയബറ്റീസ് പോലെയോ ഹൈപ്പർ ടെൻഷനൊക്കെയുള്ള വ്യക്തികളാണെങ്കിലും അതിനൊരു പരിമിതിയുണ്ട്. അതുപോലെ മറ്റ് മരുന്നുകൾ കഴിക്കുന്നൊരു വ്യക്തിയാണെങ്കിലും അതിനൊരു പരിമിതിയുണ്ട്. എന്നിരുന്നാലും നിങ്ങൾക്ക് ഒരു മിതമായ രീതിയിലെങ്കിലും ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്നതാണ്. എന്തായാലും തീർത്തും ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ പെർമനൻ്റായി തന്നെ ഒഴിവാക്കുക. മറ്റുള്ളതിൽ ഇത്തരത്തിലുള്ള ഒരു എലിമിനേഷൻ ആൻഡ് റീ ഇൻട്രൊഡക്ഷൻ മെത്തേഡൊന്ന് പരീക്ഷിച്ചു നോക്കാവുന്നതാണ്. ഇതുപോലെയുള്ള മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. ബൈ.